പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുലർക്കാല ചിന്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു. അവർ നിന്റെ ന്യായപ്രമാണം ദുർബലമാക്കിയിരിക്കുന്നു. 119 സങ്കീർത്തനം 126 വാക്യം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഈ പുതിയ ദിനം എല്ലാ നന്മകളാലും കർത്താവ് നമ്മെ വഴി നടത്തട്ടെ. നമ്മുടെ പ്രാർത്ഥനകൾക്കും യാതനകൾക്കും ആവശ്യങ്ങൾക്കും ഉത്തരം നൽകുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ തങ്കത്തിലും പൊന്നിലും വിലയേറിയതായി കാണുകയും ദാവീദ് തൻ്റെ ജീവിത അനുഭവങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ് 119 സങ്കീർത്തനത്തിൻ്റെ 121 മുതൽ 128 വരെയുള്ള ഭാഗത്ത് നാം കാണുന്നത്. നീതിക്കും ന്യായത്തിനും വേണ്ടി നിലകൊള്ളുന്ന ദാവീദിന് നേരിടേണ്ടി വന്ന പീഡനങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഇവിടെ സമർപ്പിക്കുകയാണ്. ഒരുപക്ഷെ ദാവീദ് അന്യായമായി പീഡിപ്പിക്കപ്പെടുന്നു എന്ന ഒരു ധ്വനിയാണ് ഇവിടെ നിന്നും ഉയർന്നു കേൾക്കുന്നത്. നീതിയും ന്യായവും തൻ്റെ ഭാഗത്താണെന്ന് ഇവിടെ ദാവീദ് പറയുന്നുണ്ട്. പീഡകന്മാരെ അഹങ്കാരികളെന്നാണ് ഇവിടെ വിളിക്കുന്നത്. മനുഷ്യൻ്റെ ഉള്ളിൽ അഹങ്കാരം പൊട്ടിമുളയ്ക്കുമ്പോൾ ആണല്ലോ എല്ലാ കൊള്ളരുതായ്മകളും ഉത്ഭവിക്കുന്നത്. പണത്തിൻ്റെ അഹങ്കാരം, മസിൽ പവറിൻ്റെ അഹങ്കാരം, രാഷ്ട്രീയ പിൻബലത്തിൻ്റെ അഹങ്കാരം, ഇങ്ങനെ നീളുന്നു ഇന്ന് മനുഷ്യൻ്റെ അഹങ്കാരത്തിൻ്റെ ലെവലുകൾ. ഓബദ്യാവിൻ്റെ പ്രവചന പുസ്തകത്തിൽ യഹോവയായ ദൈവം ഏദോമിനോട് പറയുന്നത് നിന്റെ ഹൃദയത്തിൻ്റെ അഹങ്കാരം നിന്നെ ചതിച്ചിരിക്കുന്നു എന്നാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം വാക്യത്തിൽ കന്യകമറിയാമിൻ്റെ പാട്ടിൽ തൻ്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു, ഹൃദയവിചാരത്തിൽ അഹങ്കാരികളായവരെ ചിതറിച്ചിരിക്കുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. അഹങ്കാരികളോടും നിഗളികളോടും ദൈവം എതിർത്തു നിൽക്കുന്നു. ഒരു തരത്തിലുള്ള അഹങ്കാരത്തെയും ദൈവം പരിപോഷിപ്പിക്കുന്നില്ല എന്നാണ് ഈ ഭാഗത്തുനിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഇങ്ങനെയുള്ള അഹങ്കാരികളുടെ കയ്യിൽ നിന്നും എന്നെ കാത്തു സൂക്ഷിക്കണമേ എന്ന് ദാവീദ് ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. കൊച്ചു കൊച്ചു അഹങ്കാരങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ഈ അഹങ്കാരങ്ങളൊക്കെ തന്നെയാണ് പലപ്പോഴും നമ്മെ തകർത്തു കളയുകയും നശിപ്പിക്കുകയും ചെയ്യുന്നത്. അഹങ്കാരങ്ങളെ മാറ്റി നീതിയും ന്യായവും പ്രവർത്തിക്കുന്നവരായി നമുക്ക് മാറുന്നതിന് സാധിക്കണം. അഹങ്കാരങ്ങൾ കൊണ്ട് കെട്ടുപണി ചെയ്ത സകല സാമ്രാജ്യങ്ങളും തകർന്നുപോയ ചരിത്രമാണ് ഈ ഭൂമിയിൽ നാം ഇതുവരെയും കണ്ടിരിക്കുന്നത്. മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നതായ അഹങ്കാരങ്ങൾ എത്രയോ ജീവിതങ്ങളെയാണ് ഇന്ന് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള പീഡകന്മാർ എത്രയോ ആളുകളുടെ മനസ്സമാധാനം ഇന്നും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്രകാരമുള്ള വേദനകളുടെ നടുവിൽ ദാവീദ് പറയുന്നു, അടിയന്റെ നന്മയ്ക്ക് നീ ഉത്തരവാദി ആയിരിക്കണമെന്ന്. 122 വാക്യം. ദൈവം ഉത്തരവാദി ആയിരിക്കുമ്പോൾ ഉള്ള നന്മ മതിയെന്നാണ് ദാവീദ് ഇവിടെ പറയുന്നത്. ജീവിതത്തിന്റെ വേദനകളെയും നന്മകളെയും എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ജീവിതത്തിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് അവന്റെ രക്ഷയ്ക്കായും വചനത്തിനായും ദാവീദ് ഇവിടെ കാത്തിരിക്കുന്നു. 123 വാക്യം. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. അതുമാത്രമല്ല, അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. കർത്താവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ജീവിതത്തിലുണ്ടായ മാറ്റത്തെക്കുറിച്ചും പുതുക്കത്തെക്കുറിച്ചും ഒരു പുതുക്കപ്പെടലിൻ്റെ അനുഭവത്തെക്കുറിച്ചുമാണ് 40 സങ്കീർത്തനത്തിൻ്റെ 1 മുതലുള്ള ഭാഗങ്ങളിൽ നാം കാണുന്നത്. നിഗളികളെയും രാജ്യത്തിലേക്ക് തിരിയുന്നവരെയും ആദരിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നും ഇവിടെ പറയുന്നുണ്ട്. ഈ നന്മകളൊക്കെ നമുക്ക് അനുഭവിപ്പാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ നീതിക്കും ന്യായത്തിനും വേണ്ടി കാത്തിരിക്കാൻ കഴിയുമ്പോഴാണ്. ഞാൻ കാത്തിരുന്നു എന്നാണ് 40 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്. കുറെ കാത്തിരിക്കുമ്പോൾ സാധാരണ ആളുകളൊക്കെ കാത്തിരിപ്പ് മതിയാക്കും. കാത്തിരുന്ന് ക്ഷീണിക്കുവോളം കാത്തിരിക്കുവാൻ ആരും മെനക്കെടാറില്ല. നിന്റെ നീതിയും വചനത്തെ കാത്തിരുന്നു ക്ഷീണിക്കുന്നു എന്ന് 123 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനവും നീതിയും മതിയെന്ന് ആഗ്രഹിക്കുന്നവർ അതിൽ കുറഞ്ഞൊന്നും തൃപ്തിപ്പെടാറില്ല. അത് ലഭിക്കുവോളം അവർ കാത്തിരിക്കും. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും, ഞാൻ എൻ്റെ നടപ്പ് അവൻ്റെ മുമ്പാകെ തെളിയിക്കുമെന്ന് യോബ് തൻ്റെ വേദനകളുടെ നടുവിലും ദൃഢമായി പ്രഖ്യാപിക്കുന്നു. യോബ് 13-15 വാക്യം. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്ന് യെശയ്യാ പ്രവചനത്തിലും നാം വായിക്കുന്നുണ്ട്. 40-ാം വാക്യത്തിൽ ക്ഷീണിക്കുവോളം കാത്തിരിക്കുവാനുള്ള ദയയ്ക്ക് വേണ്ടി ഇവിടെ ദാവീദ് പ്രാർത്ഥിക്കുന്നു. അതിന് ദൈവത്തിൻ്റെ ന്യായപ്രമാണം, ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് ബുദ്ധിയും ജ്ഞാനവും നൽകുന്നത്. എന്തിനാണ് നാം ദൈവവചനം പഠിക്കുന്നത്? എന്തിനാണ് നാം ദൈവവചനം കേൾക്കുന്നത്? ഇപ്രകാരമുള്ള തിന്മശക്തികൾ നമുക്ക് എതിരായി വരുമ്പോൾ
മടുത്തു പോകാതെ ദൈവത്തിന്റെ നീതിക്കും ന്യായത്തിനുമായി ക്ഷമയോടെ കാത്തിരിക്കുന്നതിന് വേണ്ടിയാണ്. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിക്കുവാനുള്ള സമയമാകുന്നു എന്ന് ദാവീദ് പറയുന്നു. ദൈവത്തിന് പ്രവർത്തിക്കുന്നതിനൊരു സമയമുണ്ട്. ആ സമയത്തെക്കുറിച്ചോ നാഴികയെക്കുറിച്ചോ ആർക്കും പ്രവചിക്കുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ ദാവീദ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന വിഷയം ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ ദുർബലമാക്കിയിരിക്കുന്നു എന്നാണ്. ദൈവവചനം ദുർബലമാക്കപ്പെടുമ്പോൾ ദൈവം തീർച്ചയായിട്ടും ഇടപെടുമെന്നുള്ള വിശ്വാസം ദാവീദിനുണ്ടായിരുന്നു. ഇസ്രായേൽ ജനം ദൈവവചനത്തെ ദുർബലമാക്കിയപ്പോൾ ദൈവവചനത്തിൽ നിന്ന് അകന്നു മാറിയ സന്ദർഭങ്ങളിലെല്ലാം ദൈവം ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഹബക്കൂക്കിന്റെ പ്രവചനം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ പ്രവാചകൻ പറയുന്നു, ന്യായപ്രമാണം അയഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ന്യായം ഒരു നാളും വെളിപ്പെട്ട് വരികയില്ല എന്ന്. ദൈവവചനത്തെ ദുർബലമാക്കി പീഡകന്മാരും അഹങ്കാരികളും മുന്നേറുമ്പോൾ ദൈവകരങ്ങളിലേക്ക് സകല ഉത്തരവാദിത്വങ്ങളും ദാവീദ് ഏൽപ്പിക്കുകയും ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്നതിനായി കാത്തിരിക്കുകയും ചെയ്യുന്നു. ആരൊക്കെ ഈ വചനത്തെ ദുർബലപ്പെടുത്തിയാലും പൊന്നിലും തങ്കത്തിലും അധികമായി ഈ വചനത്തിൽ പ്രിയപ്പെടുന്നുവെന്ന് ദാവീദ് ഇവിടെ ഉറച്ചു പ്രഖ്യാപിക്കുകയാണ്. ദൈവവചനത്തിന് വേണ്ടുന്ന സ്ഥാനം ജീവിതത്തിൽ നൽകാതെ അതിനെ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും ദാവീദ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു. അനീതിയും അക്രമവും പീഡനവും അഴിമതിയും എല്ലാം വർദ്ധിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനിരയാക്കപ്പെട്ടവരുടെ നിശബ്ദമായ കണ്ണുനീർ, രോദനങ്ങൾ ഈ ഭൂമിയിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് ഉയരുന്നുണ്ട്. നാം മറന്നു പോകരുത്. ദൈവത്തിന്റെ ന്യായത്തെ ദുർബലമാക്കിയവരെയും അഹങ്കാരികളെയും ദൈവം ചിതറിക്കും. അതെ, ദൈവത്തിന് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു. പ്രാർത്ഥനയോടെ നമുക്കും ദൈവത്തിന്റെ നീതിക്കായി കാത്തിരിക്കാം. അതിന് ഈ പുതിയ പ്രഭാതം ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.